ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാന്റ് നഴ്സറി ടൂറാണ്. ഇവിടെ വെറൈറ്റി റോസുകൾ മാത്രമല്ല വേറെയും ഇഷ്ടം പോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് അഭിരാമം ഗാർഡൻ നഴ്സറിയാണ്. ഇത് ഉള്ളൂർ ആക്കുളം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടിൽ പോകുന്നവർ എന്തായാലും ഇങ്ങോട്ട് നോക്കാതെ പോകത്തില്ല. കാര്യം അത്രയ്ക്ക് കളക്ഷൻസും വളരെ മനോഹരമായ ഒത്തിരി പ്ലാന്റ്സ് ദിവസവും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കും. ആരായിരുന്നാലും ഒന്ന് നോക്കിപ്പോകും, അത്രയ്ക്ക് മനോഹരമാണ്. നോക്കിക്ക് ഇഷ്ടം പോലെ ബൊഗൻവില്ലാസിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇനി ബൊഗൻവില്ലാസ് മാത്രമല്ല, വേറെയും എനിക്ക് പേരറിയാത്ത ഒത്തിരി ചെടികൾ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടു. എല്ലാത്തിൻ്റെയും പേരും ഡീറ്റെയിൽസും പ്രൈസും എനിക്ക് ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ നഴ്സറിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഞാൻ ഇവിടുന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. വളരെ നല്ല ചെടികളാണ്. എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക റോസ് ചെടികളും ഇവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടുത്തെ പ്ലാന്റ്സ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുമാണ് നമുക്ക് ലഭിക്കുക. ചില നഴ്സറികളിൽ നിന്നും വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ പുഷ്പിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അതിലൊരു പൂവില്ല, ഒന്നുമില്ല, അത് നശിച്ചു പോവുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച റോസ് പ്ലാന്റുകളെല്ലാം വളരെ നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെടികൾ മാത്രമല്ല, നമുക്ക് ഗാർഡനിങ്ങിന് ആവശ്യമായ പൂച്ചട്ടികൾ, ജൈവ കീടനാശിനി, ജൈവവളം എന്നിവയും ലഭ്യമാണ്. ഈ കാണുന്നത് ബൊഗൻവില്ലയുടെ ഒരു പർപ്പിൾ കളറും വെള്ള കളറുമാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന ചെടിയുടെ പേര് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ കാണുന്നത് കനകാംബരത്തിൻ്റെ കുറച്ച് തൈകളാണ്. തൊട്ടപ്പുറത്തേക്കുന്ന ചെറിയൊരു പിങ്ക് കളർ പൂ, അതിൻ്റെ പേര് എനിക്കറിയില്ല. തൊട്ടടുത്ത് തന്നെ ആന്തൂര്യത്തിൻ്റെ കുറച്ച് തൈകളും നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി കലാത്തിയ, അഗ്ലോണിമ, നല്ല വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടു. വളരെ ഭംഗിയായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇൻഡോർ ഔട്ട്ഡോർ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് റോസ്മേരി പ്ലാന്റ് ആണ്. തൊട്ടപ്പുറത്ത് തന്നെ ടേബിൾ റോസ് അല്ലെങ്കിൽ 10 മണിയുടെ ചെറിയൊരു കളക്ഷനുണ്ട്. അതേപോലെ തെറ്റിയുടെ പല കളറുകളാണ്. അതായത് കുറ്റിത്തെറ്റിയിൽ ചെറുതായിട്ട് നിൽക്കുന്ന കുറ്റിത്തെറ്റി, അതിൻ്റെ പല കളറുകളാണ്. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. ഇത് ചെറിയൊരു മരമാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ നാടൻ തെറ്റി, അതിൽ എല്ലാ ശിഖരങ്ങളിലും നല്ല പോലെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇത് ഒരു ബൊഗൻവില്ലയുടെ ബോൺസായി ആണ്. ബോൺസായി ബൊഗൻവില്ലയാണ്. നോക്കി അതിൻ്റെ സ്റ്റെം കണ്ടോ, നല്ല കട്ടിക്കാണ് നിൽക്കുന്നത്. അതേപോലെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു വെറിഗേറ്റഡ് ബോൺസായി ബൊഗൻവില്ലയാണ്. നോക്കിക്കേ, നന്നായിട്ട് പൂത്ത് ഒലഞ്ഞ് നിൽക്കുന്നു. ഇത് അമ്പഴം, ഇത്ര ചെറിയ ചെടിയായിട്ട് കൂടി അതിൽ നിറയെ അമ്പഴങ്ങ പിടിച്ച് കിടപ്പുണ്ട്. ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമല്ല, ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ കാണുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണ്. നമ്മുടെ താമര, ആമ്പൽ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. അതേപോലെ ഈ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു തൈയാണ്. ഇതിൻ്റെ അകത്ത് നിറയെ പൂത്ത് ഒത്തിരി എല്ലാ ശിഖരങ്ങളിലും പൂ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു കായകൾ കാണാൻ സാധിക്കും. നോക്കിയേ. പിന്നെ ഈ കാണുന്നതാണ് ബുഷ് ഓറഞ്ച്. അതും ചെറിയ ഒരു തൈയാണ്, പക്ഷെ അതിൽ നിറയെ കായകളുണ്ട്. ഞാൻ അവിടുന്ന് വാങ്ങിച്ച പ്ലാന്റ്സ് വളരെ കുറച്ച് പ്ലാന്റ്സാണ് വാങ്ങിച്ചത്. ഈ ഒരു കളറിൻ്റെ ടേബിൾ റോസ്, അതേപോലെ ആ പിങ്ക് കളറിൻ്റെയും ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരെണ്ണത്തിൽ പൂ നല്ലപോലെ വന്നിട്ടില്ല, അത് ഏത് കളറാണെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു 3 തൈയും പിന്നെ ഒരു റോസ്മേരിയുടെ, ഇതൊരു 50 രൂപയാണ്. ഈ റോസ്മേരി പ്ലാന്റ് 50 രൂപയേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന 10 മണിയുടെ തൈകൾ 20 രൂപ വെച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. തുടർന്നും ഇതേപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്